ജാപ്പനീസ് കലണ്ടറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോളിഡേയ്സിൽ ഒന്നാണ് ന്യൂ ഇയർ. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ആചാരങ്ങളൊക്കെ പിന്തുടരാനുള്ള ഒരു സമയമായിട്ടാണ് ഇവർ ന്യൂ ഇയറിനെ കണക്കാക്കുന്നത്. ക്രിസ്തുമസിനല്ല ഇവിടെ കൂടുതലായിട്ട് ലീവ് ഉള്ളത്, ന്യൂ ഇയറിന്റെ സമയത്താണ്. വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരോ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്വന്തം വീട്ടിലോട്ട് പോയിട്ട് കുടുംബത്തോടൊപ്പമാണ് ഇവർ ഈ ന്യൂ ഇയർ ഒക്കെ ചെലവഴിക്കുന്നത്. ഒരുപാട് ആചാരങ്ങളൊക്കെ അവർ പിന്തുടരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതൊക്കെ ന്യൂ ഇയറിന്റെ സമയത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ്. ഇതിന് ഓരോന്നിനും പല അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് വീടൊക്കെ ഇവർ നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഒരു വർഷത്തിലെ ഏറ്റവും വലിയ ഡീപ്പ് ക്ലീനിങ് എന്നാണ് അവർ പറയുന്നത്. കാരണം വീടിന്റെ മുക്കും മൂലയും മുതൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെക്കും. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യും, സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കും. പിന്നെ ന്യൂ ഇയറിന്റെ അന്നത്തെ സൺറൈസ് കാണും. അങ്ങനെ ഒരുപാട് ആചാരങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ ഡെക്കറേഷനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പറയുന്നത്. 3 ടൈപ്പിലുള്ള ഡെക്കറേഷൻസ് ആണുള്ളത്. ജപ്പാനിൽ കൂടുതലായിട്ട് 2 മതമാണുള്ളത്, ബുദ്ധിസവും ഷിൻഡോയിസവും. അതിനകത്ത് ഈ ഷിൻഡോ മതക്കാരാണ് ഇത്തരം ഡെക്കറേഷൻസ് ചെയ്യുന്നത്. ഈ 3 ടൈപ്പിലുള്ള ഡെക്കറേഷൻസ് എന്ന് പറയുന്നത് ഈ കാണുന്നതിനെയാണ് ഷിമേ കസാരി എന്ന് പറയുന്നത്. ഇത് കദോമത്സു, പിന്നെ കഗാമി മോച്ചി. ഇതെല്ലാം ഓരോ വർഷവും അതിന്റെ ഡിസൈനിലൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസവും കളറിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്, വെക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ജപ്പാൻകാരുടെ വിശ്വാസം അനുസരിച്ചിട്ട് തോഷിഗാമി സാമ എന്ന് പറയുന്ന ഒരു ഷിൻഡോ ദൈവം ന്യൂ ഇയറിന്റെ അന്ന് എല്ലാ വീടുകളിലും വരും, എല്ലാവർക്കും നല്ല ഗുഡ് ലക്കും അതുപോലെ തന്നെ ഹാപ്പിനെസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ തോഷിഗാമി സാമേനെ വെൽക്കം ചെയ്യാനും അതുപോലെ തന്നെ ഈ മോച്ചിയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ 3 ടൈപ്പിലുള്ള ഡെക്കറേഷൻസ് ഇവർ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഷിമേ കസാരി എന്ന് പറയുന്ന ഈ ഡെക്കറേഷൻ ഐറ്റത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. ഡോറിന്റെ ഫ്രണ്ടിലും മുകളിലായിട്ടാണ് സാധാരണ ഇത് വെക്കുന്നത്. ഇതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്ത് തോഷിഗാമി സാമ എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീടൊക്കെ നല്ല പവിത്രമായിട്ടുള്ള സ്ഥലമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ നടന്നു വരുന്നതിന്റെ മുകളിലായിട്ടാണ് ഇത് വെക്കേണ്ടത്. നല്ല ഹൈറ്റിൽ വെക്കണം. നമ്മൾ നടന്ന് അതിന്റെ അടിയിലൂടെ വരുന്ന രീതിക്കാണ് ഇത് വെക്കുന്നത്. അപ്പൊ തോഷിഗാമി സാമ ഈ പവിത്രമായിട്ടുള്ള സ്ഥലത്തേക്ക് അതിലൂടെ കടന്നു വരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ തോഷിഗാമി സാമേനെ വെൽക്കം ചെയ്യാനാണ് ഇങ്ങനൊരു ഇത് വെച്ചിട്ടുള്ളത്. ഷിൻഡോ മതത്തിന്റെ ദേവാലയങ്ങളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ സെയിം സാധനം കാണാൻ പറ്റും. ഈ ഡിസൈനിലല്ല, അത് വേറെ ഡിസൈനിലാണ്. അപ്പൊ ആ ഒരു അതേപോലത്തെ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇത് നമ്മൾ വീടിന്റെ ഫ്രണ്ടിലും വെക്കുന്നത്. ഇത് വീടിന്റെ ഫ്രണ്ടിൽ മാത്രമല്ല വെക്കുക, കടകളുടെ ഫ്രണ്ടിലും എല്ലാ ഷോപ്പുകളുടെ ഫ്രണ്ടിലും ഒക്കെ വിശ്വാസമുള്ളവർ വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. റോഡ് സൈഡിലൂടെ ഒക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ ഒരു ന്യൂ ഇയർ സമയത്ത് ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ അതിന്റെ വീഡിയോ കൂടെ ആഡ് ചെയ്യാം ലാസ്റ്റ്. ഈ ഷിമേ കസാരി പല ഡിസൈനിലും ഷേപ്പിലും ഒക്കെ കാണാൻ പറ്റുമെങ്കിലും കോമൺ ആയിട്ട് അതിനകത്തുള്ളത് പവിത്രമായിട്ടുള്ള വൈക്കോല്, പൈൻ, പിന്നെ ഈ സിക്സാ ഷേപ്പിലുള്ള കുറച്ച് പേപ്പർ സ്ട്രിപ്സും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഇതിനകത്തുള്ള ഈ വൈക്കോൽ ഉദ്ദേശിക്കുന്നത് തോഷിഗാമി സാമയെ വീട്ടിലോട്ട് താമസിക്കാൻ ക്ഷണിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഹാൻഡ് ഫാൻ കാണാൻ പറ്റുന്നില്ലേ, അത് ഭാവിയെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ കുറെ നെല്ലിന്റെ തണ്ടുകളൊക്കെ ഉണ്ട്, അത് പുതുവർഷത്തിൽ നല്ല വിളവെടുപ്പൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സിക്സ് ആക്ക് ഷേപ്പിലുള്ള പേപ്പർ സ്ട്രിപ്സ് ദുരാത്മാക്കളെയൊക്കെ തുരത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വെച്ചിട്ടുള്ളത്. പല വിലയിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. 100 yen ഷോപ്പിലൊക്കെ 100 yen 200 yen ഒക്കെ കിട്ടും. അതല്ലാണ്ട് 1000, 2000, 3000 എന്നുള്ളതും നല്ല വില കൂടിയ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ന്യൂ ഇയർ ഡെക്കറേഷൻ ഐറ്റത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? നമുക്ക് ഇതൊന്നും റീയൂസ് ചെയ്യാൻ പറ്റില്ല. സാധാരണ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ അതൊക്കെ ഹാങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം മടക്കി എടുത്തു വെച്ചിട്ട് അടുത്ത വർഷം വീണ്ടും നമ്മൾ അത് ഉപയോഗിക്കില്ലേ? പക്ഷെ ഇത് അതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ന്യൂ ഇയർ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇവർ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്നും റീയൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ്. ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത് പാസ്റ്റിൽ നിന്ന് നമ്മൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്ന സമയമാണല്ലോ. അതുകൊണ്ടാണ് ജപ്പാൻകാർ ഇത്രയും കാര്യങ്ങളൊന്നും റീയൂസ് ചെയ്യാത്തത്. എല്ലാ ന്യൂ ഇയറിനും പുതിയത് വാങ്ങിച്ചിട്ട് അവർ വെക്കും. എന്നിട്ട് ഇത് ഈ തോഷിഗാമി സാമയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന സമയത്ത് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഇത് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഡെക്കറേഷൻ ഐറ്റത്തിനെ കുറിച്ച് നോക്കാം. ഇതിന് പറയുന്ന പേരാണ് കദോമത്സു എന്നുള്ളത്. ഇത് മുള കൊണ്ടും അതുപോലെ തന്നെ പൈനും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടുകളിലൊക്കെ ആയിട്ട് ഇത് വെക്കുന്ന നമുക്ക് കാണാൻ പറ്റും, കടകളിലൊക്കെ. ഇപ്പൊ ഐസ്ക്രീം ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള ഫേക്ക് ഫുഡിന്റെ ഒക്കെ കൂട്ടത്തിൽ ഇതും ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ന്യൂ ഇയർ സമയത്ത് നമുക്ക് മിക്ക കടകളിലും ഇത് കാണാൻ പറ്റുന്നതാണ്. വീടിന്റെ ഫ്രണ്ടിൽ മാത്രമല്ല, വീടിന്റെ ഫ്രണ്ടിൽ സ്റ്റെപ്പിന്റെ അവിടെയൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓഫീസില്, കടകളില്, വലിയ വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. പോരാത്തതിന് ഇവിടുത്തെ സൂവിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അത്രയധികം വിശ്വാസമുള്ള സ്ഥലങ്ങളാണ്. ചില റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ നടുക്ക് വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പുതുവർഷത്തിൽ സന്ദർശിക്കുന്ന പൂർവികരുടെ ആത്മാക്കളെയൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവർക്ക് ഭയങ്കര സമൃദ്ധിയും സന്തോഷവും ഭാഗ്യമൊക്കെ നൽകുന്നതാണ് ഇവർ വിശ്വസിക്കുന്നത്.
ഈ ഡെക്കറേഷൻ ഐറ്റത്തിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് 3 മുളയുടെ കഷ്ണങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് ഈ മുള എന്ന് പറയുന്നത് ശക്തിനെയും സമൃദ്ധിനെയും ഒക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പൈൻ എന്ന് പറയുന്നത് ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു കയർ കാണുന്നില്ലേ, ഇത് ദുരാത്മാക്കളിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഈ മുളകൾ എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കതും കണ്ടിട്ടുള്ളത് നടുക്ക് നിൽക്കുന്ന മുളയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തും സെയിം ഹൈറ്റിലുള്ള മുളയാണ്. ചിലതിനകത്ത് മൂന്ന് ഹൈറ്റിലുള്ളതും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് റെയർ ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിന് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണുള്ളത്. ഇതിനകത്ത് ഏറ്റവും നടുക്കിരിക്കുന്ന നീളത്തിലുള്ള മുള ഉദ്ദേശിക്കുന്നത് സ്വർഗത്തെയാണ്. ബാക്കി രണ്ടെണ്ണം സൈഡിലുള്ളത് ഹ്യൂമാനിറ്റിയും അതുപോലെ തന്നെ ഭൂമിയെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കത്തിച്ചു കളഞ്ഞതിന്റെ ഡേറ്റ് പല സ്ഥലങ്ങളിൽ പലതാണ്. ജപ്പാനിൽ തന്നെ ഓരോ റീജിയൺ അനുസരിച്ചിട്ട് അതിനൊക്കെ വ്യത്യാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ ജനുവരി 7-നാണ്, ചിലത് 15-ന് ശേഷമാണ്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവരുടെ ദൈവങ്ങളായിട്ടുള്ള കാമി അല്ലെങ്കിൽ തോഷിഗാമി സാമ എന്നൊക്കെ പറയുന്ന ദൈവങ്ങളെ വീട്ടിലോട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവരെ തിരിച്ച് അവരുടെ സ്വർഗത്തിലോട്ട് തന്നെ പറഞ്ഞു വിടുന്ന ഒരു ചടങ്ങാണ് ഇവരുടെ ഷ്രൈൻ എന്ന് പറയുന്ന ദേവാലയത്തിൽ വെച്ച് നടക്കുന്നുണ്ടായിരിക്കുക ഈ ദിവസങ്ങളിൽ. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടാണ് ഇത് കത്തിച്ച് കളയുന്നത്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് കത്തിച്ച് കളയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കവറിൽ കെട്ടിയിട്ട് കളയാവുന്നതാണ്. അതുപോലെ തന്നെ ചില ഫ്ലാറ്റിന്റെ ഒന്നും ഫ്രണ്ടിൽ എന്ത് വെക്കാൻ സമ്മതിക്കില്ല, ഇത്തരം ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും അവർ വെക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ വീടിനകത്തും ഇവർ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. അടുത്ത ഡെക്കറേഷൻ ഐറ്റം ആണ് കഗാമി മോച്ചി എന്ന് പറയുന്നത്. ജാപ്പനീസ് റൈസ് കേക്കിനെയാണ് മോച്ചി എന്ന് പറയുന്നത്. ഇത് ഇവരുടെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുള്ള ദൈവങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഓഫറിംഗ് ഫുഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കഗാമി മോച്ചിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് 2 മോച്ചിയുടെ മുകളിൽ കയ്പുള്ള ഒരു ഓറഞ്ച് വെച്ചിട്ടുള്ളതാണ്. താഴെയുള്ള മോച്ചി വലുതായിരിക്കണം നിർബന്ധമുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുകളിൽ ചെറുതായിട്ടുള്ള ഒരു മോച്ചി വെക്കുന്നു. അത് വരാൻ പോകുന്ന പുതുവർഷത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുകളിലായിട്ടാണ് ഈ കയ്പുള്ള ഓറഞ്ച് വെച്ചിരിക്കുന്നത്. ഈ ഡിസൈൻ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. അത് ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ തരം ഡിസൈൻ ആണ്. ഇപ്പൊ പുതുതായിട്ടൊക്കെ വരുന്നത് ഈ ഓറഞ്ചിന് പകരം അതിന്റെ മുകളിലായിട്ടുള്ള സോഡിയാക് അനിമൽസ് ഒക്കെ വെച്ചിട്ടുള്ള ടൈപ്പാണ്. അത് പല കളറിലൊക്കെ ഉള്ള നമുക്ക് കാണാൻ പറ്റും ഇപ്പോ. ഈ കഗാമി മോച്ചി ചെറുതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോലത്തെ അതിന്റെ മുകളിൽ വെക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, വാങ്ങിക്കാൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ജാപ്പനീസ് കാലിഗ്രാഫി പേപ്പറിന്റെ മുകളിൽ വെക്കണം എന്നുമാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് വെക്കുന്നത് ഇവരുടെ ഈ ഒരു ചാപ്പലൊക്കെ പോലെ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയാണ് വെക്കുക. അങ്ങനെയൊന്നും വീടിനകത്തോ ഫ്ലാറ്റിനകത്തോ ഇല്ലെങ്കിൽ ഇവർക്ക് ഇതൊരു ടേബിളിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്തരം ഈ ന്യൂ ഇയർ ഡെക്കറേഷൻസ് ഡിസംബർ 13-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. പക്ഷെ ഇവിടെയൊക്കെ സാധാരണയായിട്ട് ക്രിസ്തുമസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡെക്കറേഷൻ ഐറ്റംസ് വെച്ച് നമ്മൾ സാധാരണയായിട്ട് കാണാറുള്ളത്. അതുവരെ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക വീടിന്റെ ഫ്രണ്ടിലൊക്കെ. ക്രിസ്മസ് കഴിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഡിസംബർ 29, 31 ദിവസങ്ങളിൽ ഡെക്കറേറ്റ് ചെയ്യരുതെന്നാണ് ഇവരുടെ വിശ്വാസം. 31 എന്ന് പറയുന്നത് ഈ വർഷത്തിലെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് അന്ന് ഡെക്കറേറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. 29 എന്ന് പറയുന്നത് ഇവരുടെ ഒരു അർത്ഥമൊക്കെ വെച്ചിട്ട് അവർക്ക് അത്ര നല്ല ദിവസമല്ല. അത് കാരണമാണ് 29-ാം തീയതി ഡെക്കറേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. ജപ്പാനിൽ കൂടുതലായിട്ട് ബുദ്ധിസവും ഷിൻഡോയിസവും ആണ് ഉള്ളത്. അതിനകത്ത് ഷിൻഡോ മതക്കാരാണ് ഇത്തരം ഡെക്കറേഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബുദ്ധമതത്തിന്റെ ഇടയിലുള്ള വിശ്വാസം ഡിസംബർ 31-ാം തീയതി അവരുടെ അമ്പലത്തിൽ അവരുടെ ബെല്ല് 108 തവണ റിങ് ചെയ്യും. ശരിക്കും ഏകദേശം ഈ ന്യൂ ഇയർ അതിന്റെ 12 മണി ആവുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കാണ് ഈ 108-ാമത്തെ ബെല്ല് റിങ് ചെയ്യുന്നുണ്ടായിരിക്കുക. ജപ്പാനിലെ ന്യൂ ഇയർ ആയിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മറ്റൊന്നാണ് ഫസ്റ്റ് സൺറൈസ് കാണുക എന്നുള്ളത്. ന്യൂ ഇയറിന്റെ അന്നത്തെ ദിവസത്തെ സൺറൈസ് കാണുക എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലർ ആണ്. അതിനു വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. പുതുവർഷത്തിലെ ഫസ്റ്റ് സൺറൈസ് കാണുന്നതോടുകൂടി ജീവിതത്തിൽ ഭാഗ്യവും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ ഉണ്ടാവും വർഷം മുഴുവൻ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. കൂടാതെ ന്യൂ ഇയറിന്റെ അന്ന് ടെമ്പിളിലും ഷ്രൈനിലും ഒക്കെ പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവര്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. ഈ ടെമ്പിളും ഷ്രൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബുദ്ധമതക്കാരുടെ വിശ്വാസത്തിലുള്ള ദേവാലയങ്ങളെയാണ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഷ്രൈൻ എന്ന് പറയുന്നത് ഷിൻഡോ മതക്കാരുടെയാണ്. ഇവരുടെ ഒരു ഗേറ്റ് വെച്ചിട്ട് തന്നെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഷിൻഡോ മതത്തിൽ ഉണ്ടാവുന്നത് തോരി എന്ന് പറയുന്ന ഒരു ഗേറ്റ് ആയിരിക്കും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഷിൻഡോ മതവിശ്വാസികളുടെ ഷ്രൈൻ ആണെന്നുള്ളത്. ബുദ്ധമതത്തിന്റെ ആണെങ്കിൽ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ വേറൊരു ഗേറ്റ് ആണ് ഉണ്ടാവുക. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ടെമ്പിൾ ആണെന്നുള്ളത്. ജപ്പാനിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ടെമ്പിളും ഷ്രൈനും ഒക്കെ കാണാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുമ്പോൾ അവിടെ ചെയ്യുന്ന ഓരോ രീതികളും പ്രാർത്ഥിക്കുന്ന രീതികളിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഷ്രൈനും ടെമ്പിളും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ജപ്പാൻകാരുടെ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ് പോസ്റ്റ് കാർഡ് അയക്കുക എന്നുള്ളത്. ന്യൂ ഇയർ വിഷസ് പോസ്റ്റ് കാർഡ് ആയിട്ട് ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കോവർക്കേഴ്സിനും കൂടെയുള്ള ആളുകൾക്കും ഒക്കെ അയക്കുന്നത് പണ്ട് മുതലേ തുടർന്ന് വരുന്ന ഒരു രീതിയാണ്. ഇപ്പോഴും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ പോസ്റ്റ് കാർഡിൽ വിഷസ് ആയിട്ട് അറിയിക്കാറുണ്ട്.
ഇത് നേരത്തെ നമ്മൾ എഴുതി അയക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ന്യൂ ഇയറിന്റെ അന്ന് കൈ കിട്ടുള്ളൂ. അപ്പൊ ന്യൂ ഇയറിന് കൈ കിട്ടുന്ന രീതിക്കാണ് ഈ പോസ്റ്റ് കാർഡുകളൊക്കെ അയക്കുന്നത്. നമുക്ക് ഒരുപാട് ഡിസൈനിലുള്ള പോസ്റ്റ് കാർഡൊക്കെ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ പുതിയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ ഫോണൊക്കെ ഉള്ള സമയം ആയതുകൊണ്ട് തന്നെ അവര് ഇങ്ങനെ പോസ്റ്റ് കാർഡ് അയക്കാറില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ പഴയ ആൾക്കാർ ഇപ്പോഴും വന്ന് പോസ്റ്റ് കാർഡൊക്കെ വാങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇത് കുറച്ചൊന്നും അല്ല കേട്ടോ, 100ഉം 200ഉം ഒക്കെ വെച്ച് ഓരോ ആൾക്കാരും അയക്കാറുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ ന്യൂ ഇയർ കാർഡിന് നെങ്കാജോ എന്നാണ് പറയുന്നത് ജാപ്പനീസിൽ. അതിനകത്ത് അടുത്ത വർഷത്തെ സോഡിയക് സൈൻ ആയിട്ടുള്ള ചിത്രങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ന്യൂ ഇയർ സമയത്ത് ജാപ്പനീസുകാർ കഴിക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡിന്റെ പേരാണ് ഒസേച്ചി എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ മിക്സ്ഡ് ആയിട്ടുള്ള ഫുഡുകളാണ്, 20 മുതൽ 30 വരെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. സ്പെഷ്യൽ ആയിട്ടുള്ള ചില ബോക്സുകളിലാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഈ ബോക്സിനെ പറയുന്ന പേരാണ് ജുബാക്കോ എന്ന് പറയുന്നത്. ഈ ഫുഡിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്ത് സീവീഡും അതുപോലെ തന്നെ ജാപ്പനീസ് ഫിഷ് കേക്കും ഒക്കെ ഉണ്ടായിരിക്കും. ഫിഷ് കേക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കമാബോക്കോ എന്ന് പറയുന്ന ജാപ്പനീസ് ഫിഷ് കേക്ക് എന്ന് പറയുന്നത് ഫിഷിന്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് കേക്ക് രൂപത്തിലാക്കി വെച്ചിരിക്കുന്നതാണ്. കേക്കിന്റെ ടേസ്റ്റ് ഒന്നും അല്ല, അത് പല ഫുഡിന്റെയും കൂടെ ചേർത്താണ് കഴിക്കുന്നത്. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഇവർ കഴിക്കുന്ന വേറൊരു സൂപ്പാണ് ഒസോനി എന്ന് പറയുന്നത്. മോച്ചി കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. മോച്ചി എന്ന് പറയുന്നത് ജാപ്പനീസ് റൈസ് കേക്ക് ആണ്. ഇതിന്റെ കൂടെ ക്യാരറ്റും റാഡിഷും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പല സ്ഥലത്തും അതിന്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ മോച്ചി എന്ന് പറയുന്നത് ഇവർ ആദ്യം ഇവരുടെ ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു ഡെക്കറേഷൻ ഐറ്റത്തിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ആ സാധനം തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടാണ് ചിലർ കഴിക്കുന്നത്. ഓരോ സ്ഥലങ്ങൾ അനുസരിച്ച് ചെറുതായിട്ട് വ്യത്യാസമൊക്കെ ഉണ്ട്. അന്നത്തെ ദിവസം, ന്യൂ ഇയറിന്റെ അന്നത്തെ ദിവസം ആദ്യമായിട്ട് അവർ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം കൊണ്ട് ആദ്യമായിട്ട് അവര് തീ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഈ മോച്ചിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ വിഷുവിനൊക്കെ നമ്മൾ വിഷു കൈനീട്ടം കൊടുക്കുന്ന പോലെ തന്നെ ജപ്പാനിലെ ന്യൂ ഇയറിന്റെ അന്ന് കുട്ടികൾക്കൊക്കെ ഇവര് പൈസ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു രീതി കൂടെ ഇവിടെയുണ്ട്. ടെക്നോളജീസ് ഒക്കെ വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജപ്പാൻ എങ്കിലും ഇവിടെയുള്ള ആളുകൾ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളെ കുറിച്ചിട്ടും ആചാരങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, കുറച്ചൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടും ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാം കറക്റ്റ് ആയിട്ട് പറയാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം ഇവരുടെ മതം അനുസരിച്ചിട്ടും ഇവരുടെ ഓരോ റീജിയൺ അനുസരിച്ചിട്ടും ഇവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഒരുപോലെ അല്ലെങ്കിലും ഏകദേശം ഇവരുടെ ആചാരങ്ങളൊക്കെ വരുന്നത് വീടൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെക്കുക, ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക, ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് പോസ്റ്റ് കാർഡ് നേരത്തെ അയക്കുക. ന്യൂ ഇയറിന് അവരുടെ കൈ കിട്ടുന്ന രീതിക്ക് വേണം പോസ്റ്റ് കാർഡ് അയക്കാൻ വേണ്ടിയിട്ട്. ന്യൂ ഇയറിന്റെ അന്നത്തെ ഫസ്റ്റ് സൺറൈസ് കാണുക, അതുപോലെ തന്നെ അമ്പലത്തിലോ ഷ്രൈനിലോ ഒക്കെ പോവുക അന്നത്തെ ദിവസം എന്നുള്ളത്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂ ഇയർ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക, സൂപ്പൊക്കെ കഴിക്കുക എന്നുള്ളത്. കൂടാതെ കുട്ടികൾക്കൊക്കെ പൈസയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതും ഇവരുടെ ആചാരത്തിൽ വരുന്നതാണ്.